നമസ്കാരം പ്രിയമുള്ളവരെ. ഈ പശ്ചിമേഷ്യയിലെ സംഭവവിഗതികൾ ചർച്ച ചെയ്യുമ്പോൾ, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ആക്രമണത്തിൽ 3 പേർ കൊല ചെയ്യപ്പെട്ടു, കുറച്ചധികം പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ആഗോളതലത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇസ്രായേലിന് വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഹോളി ഫാമിലി ചർച്ചിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് വെച്ചാൽ അബദ്ധത്തിലാണ് ഈ ആക്രമണം സംഭവിച്ചതെന്നാണ്. പക്ഷേ പള്ളി അധികൃതരൊക്കെ പറയുന്നത് ഡയറക്റ്റ് ഹിറ്റ് എന്നു തന്നെയാണ്. അതായത് വളരെ ആസൂത്രിതമായി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് എന്ന് തന്നെയാണ്. ക്രിസ്ത്യൻ മതസ്വാതന്ത്ര്യത്തോടും അവരുടെ ജീവിതത്തോടുമുള്ള അവഗണനയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിധ്വനിക്കുന്നതെന്ന് ആ മേഖലയിലെ ലാറ്റിൻ പാത്രിയാക്കീസ് ഉൾപ്പെടുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരും അപലപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഗസയിൽ നിരന്തരമായി തുടരുന്ന ആക്രമണത്തെ തുടർന്ന് നൂറുകണക്കിന് ആളുകളാണ് ഈ ഹോളി ഫാമിലി പള്ളിയിൽ അഭയം തേടിയിട്ടുള്ളത്. അവരെ ഒക്കെ ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ആക്രമിക്കുക എന്ന ഉദ്ദേശത്തിലൂടെയാണ് ഈ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നമ്മൾ ഈ കേരളത്തിലെ കാസയും കൂസയും പോലെയല്ല. ഫലസ്തീനെ സംബന്ധിച്ച് അവിടെ ക്രൈസ്തവനും മുസ്ലിങ്ങളും ഒക്കെ ഒന്നിച്ചു ചേർന്നാണ് ഈ ഇസ്രായേലിന്റെ ഈ സയനിസ്റ്റ് മനോഭാവത്തെ, അവിടുത്തെ കടന്നുകയറ്റങ്ങളൊക്കെ എതിർക്കുന്നത്. അവർ ഐക്യപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പള്ളികൾ, ഗസയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ പലപ്പോഴും അവിടുത്തെ ഫലസ്തീനിലെ അഭയാർത്ഥികൾക്ക് അഭയമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പർപ്പസ്ഫുള്ളി ആക്രമണം നടത്തുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്, ഫലസ്തീൻ്റെ തെരുവുകളിലൊക്കെ അവിടുത്തെ രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പടപൊരുതി മരിച്ച ആളുകളുടെ ഒക്കെ ചിത്രങ്ങളും ഒക്കെ ആലേഖനം ചെയ്തിരിക്കും. അങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ കുറേയധികം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവ മതവിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. അവർ ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ധീരോദാത്തമായ സംഭാവനകൾ നൽകിയ ആളുകളാണ് എന്ന രീതിയിൽ സംശയമില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു സമരമായി ചിത്രീകരിക്കുവാൻ കേരളത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ അവസരത്തിൽ നമ്മൾക്ക് ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കാറുള്ളത്. മറ്റൊന്ന്, ഈ ആക്രമണത്തിൽ ഹോളി ഫാമിലി പള്ളിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരെ അവരെ ചികിത്സിക്കുന്ന ചില രംഗങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അത് ഏറ്റവും പരിതാപകരമാണ്. പ്രത്യേകിച്ചും ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ നേരിടുന്ന ദുരവസ്ഥയുടെ ഒരു ചിത്രം തന്നെയാണ്, ഒരു പരിച്ഛേദനം തന്നെയാണ്. കാരണം ഈ നിലത്തൊക്കെ കിടത്തിയാണ് അവർക്ക് മിക്കപ്പോഴും ഈ ടാർപോളിൽ മാത്രം കൊണ്ട് മറച്ച സ്ഥലങ്ങളിൽ നിലത്തൊക്കെ കിടത്തിയാണ് അവർക്ക് ഓക്സിജനും അതുപോലെ ഈ രക്തവും ഒക്കെ പകർന്നു നൽകുന്നത്. ഇത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ദുരവസ്ഥയുടെ ഏറ്റവും ദുഃഖം നിഴലിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് എന്നതാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് ഹോളി ഫാമിലി ചർച്ചിനു നേരെ ആക്രമണം നടന്നത്. ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി, ഇസ്രായേൽ സൈന്യം IDF ഇവിടെ റെയ്ഡ് നടത്തിയതായി പറയുന്നുണ്ട്. അതിൽ ഫാദർ ഗബ്രിയേൽ റൊമനെല്ലിക്ക് പരിക്കേറ്റതായുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റു നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ അന്തർദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ഇസ്രായേൽ ഗസയിലെ ക്രൈസ്തവ സമൂഹത്തെ വ്യക്തമായും ടാർഗറ്റ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള കുറേ അധികം വാർത്തകൾ ഇതുമായി ചേർത്ത് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2023 ഈ സംഘർഷം, ഇസ്രായേൽ ഹമാസ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം സെന്റ് പ്രോപ്രിയസ് എന്ന് പറയുന്ന ചർച്ച് ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു എന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. 18 പേരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് എന്ന വാർത്തയും ഇതുമായി അനുബന്ധിച്ച് വരുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ജൂൺ 26 തായ്ബേ, ഗസയിലെ ക്രൈസ്തവ ഗ്രാമമാണ്, ക്രൈസ്തവർ കൂടുതൽ താമസിക്കുന്ന ഗ്രാമമാണ്. ഇത് ഇസ്രായേലിലെ ജൂത കുടിയേറ്റക്കാർ സംഘടിതമായി ആക്രമിച്ചിരുന്നു, വീടുകൾ ആക്രമിച്ച് നശിപ്പിച്ചു, തായ്ബയിലെ ക്രൈസ്തവരുടെ പാർപ്പിടങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വലിയ വാസ്തവമാണ്. മാത്രമല്ല, ജൂലൈ 7 ചർച്ച് ഓഫ് ഗ്രീൻസ് എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായ പള്ളിക്ക്, ഗസയിലെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നു. അവരുടെ സെമിത്തേരിക്ക് തീയിടുന്ന സംഭവം ഉണ്ടായി, പള്ളിക്കു നേരെ ആക്രമണം നടന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാണ്. തായ്ബെ എന്ന് പറയുന്നത് ഗസയിലെ വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ ഗ്രാമമാണ്. ഈ ക്രൈസ്തവ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഗ്രാമമാണ്. ഈ ഗ്രാമത്തോട് നിരന്തരം ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തുന്നു എന്ന ഒരു ആരോപണം തൈബയിലെ ക്രൈസ്തവ പുരോഹിതന്മാർക്കുണ്ട്. തൈബയിലെ ആക്രമണത്തോട് ഇനി മൗനം പാലിക്കില്ല എന്ന് അവിടുത്തെ ഓർത്തഡോക്സ് ഗ്രീക്ക്
സഭാ അധികൃതർ വ്യക്തമാക്കുകയാണ്. അതായത് നിരന്തരം ഈ ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമാകുന്ന തങ്ങൾ ഇനി മൗനം പാലിക്കില്ല എന്ന രീതിയിൽ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ നിന്ന് പരാമർശമുണ്ടാകുന്നു. ഒരുപക്ഷെ അവർ പ്രതികരിച്ചേക്കാം. പ്രത്യേകിച്ചും ഇതുമായി ചേർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഗോതമ്പ്, ബാർലി മുതലായ കൃഷി ചെയ്തിട്ടാണ് തായ്ബയിലെ ക്രൈസ്തവ സമൂഹം ഉപജീവനം കഴിക്കുന്നത്. ഈ ജൂത കുടിയേറ്റക്കാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ജൂത കുടിയേറ്റക്കാർ ഈ അവരുടെ ഗോതമ്പ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്ന പാടങ്ങളിലേക്ക് ആടുകൾ ഇറക്കി വിട്ട് അവരുടെ പാടങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്നു, അവരുടെ ഉപജീവന മാർഗം ഒക്കെ നശിപ്പിച്ചു കളയുന്നു എന്ന ആരോപണവും തൈബയിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. തങ്ങളുടെ ജീവനും അതുപോലെ കൃഷിക്കും സുരക്ഷിതമൊരുക്കണമെന്ന് ഈ തൈബ എന്ന് പറയുന്ന ഗസയിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ഗ്രാമത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരും ഒപ്പം വിശ്വാസികളും അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹത്തോട് അപേക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. അതായത് നമ്മൾ കണ്ടതും കേൾക്കുന്നതുമല്ല ഗസയിൽ നടക്കുന്നത്. ഗസയെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിന്റെ പോരാട്ടമല്ല, മറിച്ച് ഗസ എന്ന് പറയുന്നത് ഗസ അല്ല, ഓൾ പാലസ്തീൻ. അത് ഒരു സമൂഹത്തിന്റെ പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുന്ന കൊടിയ പീഡനങ്ങൾക്കിരയായി കടന്നു പോകുന്ന ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഊന്നിയുള്ള സ്വപ്നങ്ങളുടെ സമരമാണ് ഗസയിൽ നടക്കുന്നത്, ഫലസ്തീനിൽ നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഒക്കെയായിട്ട് ചിത്രീകരിച്ച് അവരുടെ പോരാട്ടത്തിന്റെ വീര്യം കുറച്ചു കളയാനുള്ള ആസൂത്രണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒക്കെ ഒരു ക്രോഡീകരണം നടത്തുമ്പോൾ ഇത് ഇന്നും ഇന്നലെയുമായിട്ട് കേരളത്തിലെയും അന്തർദേശീയ മാധ്യമങ്ങളിലെയും ഒക്കെ വാർത്തകളാണ്. നമുക്കിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഈ അവസരത്തിൽ ഒന്നും നമുക്ക് കള്ളം പറഞ്ഞു പോകുവാൻ പറ്റില്ല. കാരണം അത്രത്തോളം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ, ഏത് അന്തർദേശീയ മാധ്യമങ്ങളും ഒന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് ഏതു ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് മലയാളത്തിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അന്തർദേശീയ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ അത് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് വ്യക്തമാക്കുന്ന സംഭവഗതികൾ തന്നെയാണ് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെതല്ല. അവിടെ ജീവിക്കുന്ന ഫലസ്തീനിലെ ആളുകൾ അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് തന്നെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ എതിർക്കുന്നു എന്നതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി തന്നെയാണ് ഈ ചർച്ചിന് നേരെയുള്ള, ഈ ഹോളി ഫാമിലി ചർച്ചിന് നേരെയുള്ള ആക്രമണവും അതുപോലെ തൈബ എന്ന് പറയുന്ന ക്രൈസ്തവ ഗ്രാമത്തിന് നേരെയുള്ള ആക്രമണവും ഒക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. പ്രത്യേകിച്ചും കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ചില മഞ്ഞ മാധ്യമങ്ങളൊക്കെ അത് ഫലസ്തീനിൽ നടക്കുന്നത് ഒരു ഭീകരതയാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണം നടത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയാണ്. അത് ചിലപ്പോഴൊക്കെ അവിടുത്തെ സമരങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ആക്രമണത്തിന്റെ പാതയിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷെ അവിടുത്തെ ക്രൈസ്തവ സമൂഹവും അവിടുത്തെ ഇസ്ലാമിക സമൂഹവും ഒക്കെ ഒന്നിച്ചു നിന്ന് തന്നെ ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. തൽക്കാലം വീഡിയോയുമായി വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.